ജയചന്ദ്രൻ, ഈ സിനിമ ഇറങ്ങിയ ആ ദിവസങ്ങളിലൊന്നും ബി.ജെ.പി. നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ പ്രതികരണം നമ്മൾ ശ്രദ്ധേയോടെ കണ്ടതാണ്. കാരണം ഒരു സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല, സിനിമയ്ക്ക് അതിൻ്റെ സ്വാതന്ത്ര്യമുണ്ട് എന്ന്. പക്ഷേ ഇപ്പോൾ ഈ 2 ദിവസമായി കാര്യങ്ങൾ അല്പം കൂടി കടുപ്പിക്കുകയാണോ, കടുപ്പിച്ച പശ്ചാത്തലത്തിലാണോ നിർമ്മാതാക്കൾക്ക് ഇത്തരത്തിലൊരു കട്ടിന് നിർബന്ധിതരാകേണ്ടി വന്നത്? രഞ്ജിത്തെ, ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ ഇറങ്ങിയ നിമിഷം മുതൽ ഈ നിമിഷം വരെയുള്ള ബി.ജെ.പിയുടെ നിലപാടിൽ അണുകിട മാറ്റം വന്നിട്ടില്ല. സിനിമ ഒരു കലാരൂപമാണ്. സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത് ശ്രോതാക്കളാണ്. അതിന് ശ്രോതാക്കൾ വിലയിരുത്തട്ടെ. അത് തെറ്റും അവർക്ക് സത്യസന്ധവും അല്ലെങ്കിൽ അതിൻ്റെ പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവേണ്ടതാണ്. അത് സിനിമയുടെ വഴിക്ക് വിടുക, അത് രാഷ്ട്രീയത്തിൻ്റെ വഴി പോകട്ടെ എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ബി.ജെ.പിയുടെ നിലപാട്. അത് തുടക്കം മുതൽ പാർട്ടിയുടെ നേതാക്കന്മാർ എല്ലാവരും വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കിയതാണ്. ഇന്നും അത് ആ നിലപാടിൽ നിന്നും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അണുകിട മാറ്റം നമ്മൾ വരുത്തിയിട്ടില്ല. പക്ഷേ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന ഒരു മുഹൂർത്തമുണ്ട്. ആത്യന്തികമായിട്ട് ഒരു സിനിമയെ വിലയിരുത്തേണ്ടത് ആരാണ്? ആത്യന്തികമായി ഒരു സിനിമയുടെ മൂല്യങ്ങളെ അളക്കേണ്ടത് ആരാണ്? ആത്യന്തികമായിട്ട് ഒരു സിനിമയെ സ്വീകരിക്കേണ്ടത് ആരാണ്? അത് ശീതീകരിച്ച മുറിയിലിരുന്ന് സംസാരിക്കുന്ന നിങ്ങളും ഞാനുമോ രാഷ്ട്രീയക്കാരോ അല്ല. പകരം അതിൻ്റെ പ്രേക്ഷക സമൂഹമാണ്, അനുവാചക സമൂഹമാണ് അതിനെ വിലയിരുത്തേണ്ടത്. സ്വാഭാവികമായിട്ടും അവർ 2 കൈയും നീട്ടി സ്വീകരിക്കുമ്പോൾ ആ സിനിമ ഒരു വിജയമാവുകയും, അതല്ല അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം കുറ്റമറ്റതാവാതിരിക്കുകയും തെറ്റുകൾ നിറഞ്ഞതാവുകയും തിരുത്തപ്പെടേണ്ടതാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ജനാധിപത്യപരമായ രീതിയിൽ ഉണ്ടായിരുന്ന ഒരു പ്രതികരണമാണ് ഇന്ന് നടന്നത്. സ്വാഭാവികമായിട്ടും സിനിമയുടെ നിർമ്മാതാക്കൾക്കും അതിൻ്റെ അണിയറ പ്രവർത്തകന്മാർക്കും ഒരു തിരിച്ചറിവുണ്ടായിരിക്കുന്നുവോ എന്നാണ് ഇന്ന് നമ്മൾ സംശയിക്കേണ്ടത്. ജയചന്ദ്രൻ, പൃഥ്വിരാജിന്റെ അടക്കം വിദേശ ബന്ധങ്ങൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടത് യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ ശ്രീ ഗണേശാണ്. താങ്കൾ ശ്രദ്ധിച്ചിരുന്നോ? അത് മാത്രമല്ല, ഈ സിനിമയെക്കുറിച്ച് പാർട്ടിയുടെ അഭിപ്രായം പറയേണ്ടത് പാർട്ടി നിശ്ചയിക്കുന്ന നേതാക്കന്മാരാണ്. അവർ കൃത്യം പറഞ്ഞു, എല്ലാ കാര്യങ്ങൾക്കും എല്ലാവർക്കും അഭിപ്രായങ്ങൾ ഏകരൂപത്തിലാകണമെന്നില്ല. വ്യക്തിപരമായി ഇത്തരം അഭിപ്രായങ്ങൾ പറയാനും സ്വീകരിക്കാനും അത് വെളിപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. താങ്കൾ ഈ പറഞ്ഞ വിഭിന്നമായിട്ടുള്ള അഭിപ്രായങ്ങളുള്ളവരുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകത്തിൻ്റെ അഭിപ്രായം ഇറങ്ങിയ അന്ന് തന്നെ സംസ്ഥാന അധ്യക്ഷൻ വളരെ വ്യക്തമായി പറഞ്ഞു. ഏറ്റവും അവസാനം ജനറൽ സെക്രട്ടറി M.T. രമേശിന് ശേഷം ഇന്ന് മുൻ സംസ്ഥാന അധ്യക്ഷൻ കോഴിക്കോട്ട് വെച്ചും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കി, സിനിമയുടെ വഴിക്ക് വിടുക, അത് പ്രേക്ഷക ലോകം വിലയിരുത്തട്ടെ, അവരുടെ പ്രതികരണങ്ങൾ അറിയട്ടെ. ആത്യന്തികമായിട്ട് സെൻസർഷിപ്പ് എന്ന് പറയുന്നത് പൊതുസമൂഹമാണ്. ആ പൊതുസമൂഹത്തിൻ്റെ സെൻസർഷിപ്പിൽ അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് ഒരു കാര്യം തിരുത്താൻ അവർക്ക് ഒരു ബോധം വന്നിരിക്കുന്നു. അവർ അവരുടെ തെറ്റ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഏറ്റവും നല്ല തിരിച്ചറിവ് അത് തന്നെയല്ലേ? ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ മറ്റുള്ള ആളുകളോ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാകുമായിരുന്നെങ്കിൽ എന്തൊക്കെ ബഹളം കേരളത്തിൽ ഉണ്ടാകുമായിരുന്നു. കേരള സ്റ്റോറിക്ക് കിട്ടിയ അനുഭവം, കാശ്മീർ ഫയലിനോട് ചിലർ കാണിച്ച ആഭിമുഖ്യം, TPയുടെ 51 വെട്ട് കേരളത്തിലെ സിനിമാ തിയേറ്ററുകൾ നടത്താൻ അനുവദിക്കില്ലെന്ന് പറയുന്ന ഇവരൊക്കെയാണ് ഇന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ വാദോരാതെ പ്രസംഗിക്കുന്നത്, മറ്റാരോ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നത്. ഞങ്ങളുടെ നിലപാട് രഞ്ജിത്തെ വളരെ ക്ലിയറാണ്. സിനിമയുടെ വഴിക്ക് വിടുക, പ്രേക്ഷക ലോകം അതിന് വിലയിരുത്തട്ടെ. സിനിമയുടെ വഴിക്ക് വിടുക എന്ന് പറയുമ്പോഴും ഈ നിർമ്മാതാക്കൾ എടുത്ത തീരുമാനം, അതായത് 17 കട്ടുകളാണ് നമുക്കറിയാം. അതിലെ വില്ലന്റെ പേരൊക്കെ നമുക്കറിയാം, കേരളീയ സമൂഹം ചർച്ച ചെയ്യുന്നതാണ്. അത് ആരെയൊക്കെ സൂചിപ്പിക്കുന്നു, എന്താണ് ലക്ഷ്യം വെച്ചത് എന്നൊക്കെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം വരുമ്പോൾ ഈ സംഗതികളെല്ലാം എന്താണ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സിനിമയാണ് നിങ്ങളുമൊക്കെ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണോ? രഞ്ജിത്തെ, സമൂഹത്തിൽ മാറ്റം വരുത്താനും നിർഭയമായി പ്രവർത്തനങ്ങൾ നടത്താനും കെൽപ്പുള്ളവരാണ് സിനിമാ പ്രവർത്തകന്മാരെന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നതും വിശ്വസിക്കുന്നതും. ലോകത്തിൽ ഒഴുക്കിന് അനുകൂലമായി നീന്തുന്നവരല്ല സിനിമാ പ്രവർത്തകന്മാർ. സമൂഹത്തിൽ മാറ്റം വരുത്താനുള്ള സത്യസന്ധമായ പ്രവർത്തനം നടത്തുമ്പോൾ അവർ നിർഭയരാണ്. പക്ഷെ ഇവിടെ ഒരാൾക്ക് ഭീരുവാകേണ്ടി വന്നിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? തങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം പാളിപ്പോയി എന്ന് തുറന്ന് സമ്മതിക്കലാണോ എന്ന് ചിന്തിക്കുന്നവരെ കുറ്റപ്പെടുത്താൻ സാധിക്കുമോ? തങ്ങൾക്ക് തെറ്റുപറ്റി എന്നുള്ള തുറന്ന് പറയലാണോ? രഞ്ജിത്ത, ഇത് കേരളമല്ലേ? കേരളത്തിൽ സംഘപരിവാറിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടായോ? ആരെങ്കിലും ഏതെങ്കിലും സിനിമാ തിയേറ്റർ അടിച്ചു പൊളിക്കാൻ പോയോ?
51 വെട്ടിന്റെ പ്രതികരണങ്ങൾ അനുഭവം ഉണ്ടായോ? ഉണ്ടായി, ശ്രീചന്ദ്രൻ. പക്ഷേ പ്രേക്ഷക ഒരുപാട് സമൂഹം പ്രതികരണങ്ങൾ തീരുമാനിച്ചു. ഇന്ന് എന്താണ് ഫേസ്ബുക്ക് പറയുന്നത്? പോസ്റ്റുകൾ വന്നു, അതൊക്കെ സംഭവിച്ചതാണ്. അല്ല രഞ്ജിത്തെ, അതല്ലേ ഒരു സമൂഹത്തിലെ ജനാധിപത്യ അവകാശം എന്നും നമ്മളൊക്കെ എന്താ പറയാ കൊട്ടും കുരവയും ഇട്ട് പറയുന്ന അഭിപ്രായവും എന്നൊക്കെ പറയുന്ന അതല്ലേ? ഒരു പറ്റം ആളുകൾ തീപ്പന്തവുമായി എന്താ പറയുക അടിച്ചു പൊളിക്കലല്ല, മറിച്ച് അവർ നിർഭയമായ അഭിപ്രായം രേഖപ്പെടുത്തുക മാത്രമല്ല അവർ ചെയ്തത്. രഞ്ജിത്ത് മനസ്സിലാക്കണം, നിരവധി ഹൗസ്ഫുൾ ഓടുന്നിടത്ത് പലയിടത്തും ടിക്കറ്റ് ബുക്ക് ചെയ്തവർ അവിടത്തേക്ക് തിരിഞ്ഞു നോക്കാതെ കാലിയായി കിടക്കുന്ന ചിത്രങ്ങൾ വരുന്നു പറയുന്നു. ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളപ്പോൾ ആളുകൾ തീരുമാനിച്ചു, ചരിത്രത്തോട് ഇത് നീതി പുലർത്തുന്നില്ല എന്ന് കേട്ടറിവുണ്ട്. ഇതിനെക്കുറിച്ച് ഇപ്പം തന്നെ ആ തീരുമാനം ശരിയായിരുന്നു എന്ന് സംശയിക്കുന്നത് നിർമ്മാതാക്കളും അണിയറ പ്രവർത്തകന്മാരും ഇന്ന് സമൂഹത്തിന് മുമ്പിൽ തെറ്റ് തുറന്നു പറയുന്നു. ആരും അവരെ ഭീഷണിപ്പെടുത്താതെ അവർ പറയുന്നു ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്നതുകൊണ്ടാണോ? ചില ഭാഗങ്ങൾ ഞങ്ങൾ ചരിത്രത്തോട് നീതി പുലർത്തിയില്ല എന്നാണോ?